ഒരു 8ന്റെ പണിയാണ് കിട്ടിയത്. കാണിച്ചേ കുഞ്ഞ്. നീ തൊടല്ലേ, അത് മൊത്തം പൊട്ടി താഴെ വീണ്. എന്താണ് നിങ്ങൾ എന്ത് ചെയ്ത്? നല്ലോണം കുഴച്ചിട്ട് അമ്മ കുഞ്ഞു അമ്മയുടെ ഉണ്ട തൊടരുത്. നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും. ഹേ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ? നമ്മള് തുറന്നിട്ട് അരിച്ചെടുക്കാൻ പോവാണ് വൈൻ നമ്മൾ തുറന്നിട്ട് അരിച്ചെടുക്കാൻ പോവാണ്. കുഞ്ഞപ്പ പറഞ്ഞ കറക്റ്റ് ആണ്. ചേച്ച ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞു. അതെ, നമ്മൾ ഒരു 15 ദിവസം മുമ്പ് നമ്മൾ വൈൻ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാണ് 25 ദിവസമൊക്കെ വെക്കാം, സമ്മതിക്കുന്നില്ല. വേണ്ട 25 ദിവസമൊക്കെ വൈൻ കെട്ടി വെച്ചാൽ ഇച്ചിരി കുടിക്കുമ്പോ തന്നെ എന്റെ പൊന്നെ ബോധം പോകും. ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരിയെങ്കിലും ഒന്ന് കുടിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഒരു 10 ദിവസം 15 ദിവസം വെക്കുമ്പോ തന്നെ അത്യാവശ്യം അതിനൊരു ഇതൊക്കെ വെക്കും കേട്ടാ. ഞാൻ ആകപ്പാടെ കുടിക്കണ ഒരു സാധനമാണ് വൈൻ, അതും വർഷത്തിൽ ഒരിക്കൽ മാത്രം. അതെ ചേട്ടൻ അവിടെ എന്താ വെട്ടവും വെളിച്ചവും കടക്കാത്ത സ്ഥലത്ത് വേണം നമ്മൾ ഈ വൈൻ ഉണ്ടാക്കിയിട്ട് ഇതിനെ കൊണ്ട് പാത്ത് വെക്കാൻ. അതുകൊണ്ട് അലമാരയുടെ ഉള്ളിൽ പാത്ത് വെച്ചേക്കാണ്. നമ്മള് ചെറിയ മുറി, 2 മുറിയിൽ ഒരു മുറി നമ്മൾ ആരുമില്ല, ഞങ്ങൾ 3 ഒരു മുറിയിലല്ല കിടക്കണം. അപ്പൊ അപ്പുറത്തെ മുറിയിൽ ഷെൽഫില് ഒളിപ്പിച്ച് പൊതിഞ്ഞ് പൂട്ടിയൊക്കെ വെച്ചേക്കാണേ. അപ്പൊ അതിനെ അരിച്ചെടുക്കണം അല്ലേ ചേ? അതെ, എനിക്ക് കൊതി കൊണ്ട് ഞാനൊരു 2 ആഴ്ച മുമ്പ് തന്നെ ഒരു കേക്ക് മേടിച്ചിട്ട്, പക്ഷെ അത് വലിയ സുഖമില്ലായിരുന്നു. ഒരു സോഫ്റ്റ് ഭയങ്കര ഡ്രൈ ആയിട്ടൊരു പൊട്ട കേക്കായിരുന്നു. എന്നാലും അത് തിന്ന് തീർത്തൊരു തുള്ളി പോലും ബാക്കിയില്ല. അപ്പൊ നല്ല സോഫ്റ്റ്. അതല്ല, കറി വെക്കാൻ വല്ല മീനും മേടിച്ചോണ്ട് പോവാ. അപ്പൊ കുഞ്ഞപ്പനും അച്ഛൻ കൂടി പോയി മീൻ വാങ്ങിച്ചോണ്ട് വരും. ഓക്കെ കുഞ്ഞപ്പാ, അപ്പൊ എന്തൊക്കെ മേടിക്കും ഒന്നും മറക്കല്ലേ. മീനും മേടിക്കും, കേക്ക് മേടിക്കും. കേക്ക് മേടിക്കണോണ്ടാച്ചേ? ടേസ്റ്റുള്ള, നല്ല ടേസ്റ്റുള്ള കുഞ്ഞു കേക്ക് മേടിക്കും. ഏത് കേക്ക്? അത് ക്യാരറ്റ് കേക്ക്. ക്യാരറ്റ് കേക്ക് നല്ലതാണെന്ന് തോന്നാത്. ചെറിയ കേക്ക് മതി ചേട്ടാ. കുഞ്ഞപ്പാ ബൈ, സീ യു. അപ്പൊ കുഞ്ഞപ്പനും അച്ഛനും പോയിട്ടുണ്ട്. നമുക്ക് വാതിലടച്ച് കുറ്റിയിട്ടേക്കാം. ചേട്ടനും കുഞ്ഞപ്പനും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ വാതിലടച്ച് കുറ്റിയിടും കേട്ടോ. അത് എപ്പോഴും എവിടെ പോയാലും ഞാൻ അപ്പം തന്നെ വാതിലടച്ചിട്ട് കുറ്റിയിടും. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒത്തിരി പേടിയാണ്. വന്നാ 2 പേരും മേടിച്ച അമ്മ പറഞ്ഞ സാധനങ്ങളെല്ലാം. കേക്കുണ്ട്, പിന്നെ എന്താ മീൻ മേടിച്ചാ? ലേസ് മേടിച്ച എന്തിനാ? പണി ലേസ് കഴിക്കല്ലെന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ പൊന്നെ? ലേസ് ആണ് ഹെൽത്തി അല്ലേ. ഇതെന്താ സവാളയൊക്കെ മേടിച്ചാ? സവാള, ഇഞ്ചി, തക്കാളി എല്ലാം ഉണ്ടല്ലോ. പിന്നെന്തെന്നാ? ചിക്കനാ? ചിക്കൻ മേടിച്ചെന്തിനാ? മീനുണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചു പോയതല്ലേ പക്ഷേ നിങ്ങള്. അച്ഛനും മോനും കൂടി പോയി വാങ്ങിച്ചോണ്ട് വന്ന സാധനങ്ങളാണിത്. മീനില്ല, ഇന്ന് ഞായറാഴ്ച കൊണ്ട് മീനൊക്കെ നേരത്തെ അടയ്ക്കുമല്ലോ. ഉച്ചയാകുമ്പോ തന്നെ, രാവിലെ ആകുമ്പോ തന്നെ ക്ലോസ് ചെയ്യും. ഉച്ചവരെ പോലും ഉണ്ടാവത്തില്ല. അപ്പൊ ചിക്കൻ വാങ്ങിച്ചോണ്ട് പോകും. നല്ല ചൂടുണ്ട് ചിക്കന്. ഇടക്കള്ള നീ അടച്ചോട് ചിക്കൻ വാങ്ങിക്കാൻ പറഞ്ഞ. അച്ഛനും മോനും ചിക്കൻ വാങ്ങിച്ചോണ്ട് വന്ന് എനിക്ക് സർപ്രൈസ് തന്നു. അപ്പൊ ഞാൻ തിരിച്ചൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചേ. അല്ല, പുട്ടല്ല, പത്തിരി. കുഞ്ഞപ്പൻ ഞെട്ടിപ്പോയി. അയ്യോ, ആ റിയാക്ഷൻ ഒന്നും വേണം. കുഞ്ഞപ്പന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പത്തിരി. ഞാൻ കുറച്ച് ദിവസമായി ഉണ്ടാക്കണം എന്ന് വിചാരിക്കണം. പിന്നെയും പത്തിരി ഉണ്ടാക്കാൻ ഇച്ചിരി മെനക്കേടാണ്. ഇച്ചിരി പരത്തി എടുക്കാനൊക്കെ കുറച്ച് സമയം പിടിക്കും. നമ്മൾ ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കണ പോലെ അല്ല പത്തിരി ഉണ്ടാക്കാൻ ഇച്ചിരി പാടുമാണ്. അത് ഉണ്ടാക്കാൻ അറിയാവുന്നവർക്കേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫ്ലോപ്പായി പോകും. അപ്പൊ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം, എന്നാലും മെനക്കേട് വിചാരിച്ച് പിന്നെ മടിയാണ്. അപ്പൊ ഇപ്പൊ ചിക്കൻ എന്തായാലും മേടിച്ചല്ല. അപ്പൊ ചേട്ടൻ ചിക്കൻ വാങ്ങിച്ചോണ്ട് വന്നപ്പോ തന്നെ ഞാൻ വേഗം പൊടിയെടുത്ത് വെള്ളം തിളപ്പിച്ച് കുഴച്ച് ഉണ്ടയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം കുഴക്കണം. കുറേ നേരം ഇങ്ങനെ ഇട്ട് കുഴച്ച് ഇത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. എന്നാലേ നമ്മൾ വിചാരിച്ച പോലെ പത്തിരി വരുള്ളൂ. അപ്പൊ ഞാൻ കുഴക്കട്ടെ. ഇങ്ങനെ പണ്ട് ഉമ്മയുടെ കൂടെ ഇരുന്ന് പത്തിരി പരത്താനും കുഴക്കാനും ഉണ്ടാക്കാനും ഒക്കെ പഠിച്ചതിൻ്റെ ഒരു ഗുണം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നല്ലോണം കുഴച്ചിട്ട് അമ്മ കുഞ്ഞു കൈ തൊടരുത് കുഞ്ഞപ്പനെ ചപ്പാത്തിക്ക് കുഴച്ചാലും പത്തിരിക്ക് കുഴച്ചാലും ഡോണ്ട് ടച്ച്. എന്തിനു കുഴച്ചാലും അവനൊരു ഉണ്ട കൊടുക്കണം. എന്നിട്ട് നേരത്തെ ഞാൻ കൊടുക്കുമായിരുന്നു കേട്ടാ. പിന്നെ കൊടുത്തു കഴിഞ്ഞാണ്ടല്ല ആ ഉണ്ട ഇവിടെ തറയിലും ഭിത്തിയിലും വാതിലും എല്ലാത്തിലും തേച്ച് വെക്കും അല്ലേ അമ്മയുടെ മുത്ത്? എന്റെ പൊടി തൊടല് പോനാ. പൊടി തൊട്ട അമ്മ. ഞാനും ഇതുപോലെ തന്നെയായിരുന്നു ചെറുപ്പത്തിൽ. എനിക്ക് തൊടല്ലേന്ന് പറഞ്ഞാൽ എനിക്ക് തൊടണം.
ഉമ്മിങ്ങിരിയടാ പണ്ടുണ്ടല്ലോ ഉമ്മി ഇങ്ങനെ പത്തിരി ഉണ്ടാക്കി പരത്തി ഇങ്ങനെ വെച്ചേട്ടാ. അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ സൈഡിൽ ഇരിക്കണേ ചുടാൻ സഹായിക്കാനെന്നും പറയാൻ ഇരിക്കണേ. അപ്പൊ എനിക്ക് എന്തോ തന്നില്ല, എന്താണെന്ന് ഓർമ്മയില്ല. എനിക്ക് തിരിച്ചിടാൻ കയ്യിൽ തരിക എന്തോ തന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതിന്റെ ദേഷ്യത്തിലില്ലേ ഈ പത്തിരി ഇങ്ങനെ പരത്തി വെച്ചേക്കല്ലേ, നടുക്കൊറ്റ കുത്തൂത്തി ആ പത്തിരി മൊത്തം കുത്തു വീണ് നടുക്ക്. ആ എന്റെ അല്ലേ മോൻ, എടാ ഇവിടെ വാടാ ഫാന്. അപ്പൊ ഗൈസ് നമുക്ക് നമ്മുടെ വൈൻ തുറക്കാം. അച്ഛ തുറന്നു വെച്ചേ, 2 ഡോറും തുറന്നോ. ഞാൻ പറഞ്ഞില്ലേ സൂര്യപ്രകാശം ഒന്നും കാണാണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കാന്ന് പറഞ്ഞില്ല, അത് ഈ ഷെൽഫിന്റെ ഉള്ളിലാണ് കേട്ടോ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇവിടെ കുറെ അലുക്കുലുത്ത് സാധനങ്ങളും എടുത്തോ. അടിയിൽ വെള്ളം, എന്ത് വെള്ളം? ആ ഓക്കെ, ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടി അല്ലേ. അച്ഛ ഭയങ്കര ബുദ്ധിപരമായി ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടി ഉണ്ടല്ലോ വാതിലേ തുറക്കാം. നീങ്ങി കുഞ്ഞപ്പൻ അവിടെ TV കാണുവാണ്, ടിവിയുടെ സൗണ്ട് വരും അതാ. എടാ TV മ്യൂട്ടാക്കടാ കുഞ്ഞു. അതെ ചേട്ടൻ ഐഡിയ കാണിച്ചെന്ന് പറഞ്ഞാൽ എന്താന്നാ, ഇത് കണ്ട ഈ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു വെച്ചിട്ട് അതിന്റെ മുകളിലാണ് ഈ വൈനിന്റെ ആ ഒരു കുപ്പി വെച്ചിരുന്നത്, ഭരണി വെച്ചിരുന്നത്. അപ്പൊ ഉറുമ്പുകൾ ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇതിൽ വീണ് ഈ വെള്ളത്തിൽ വീണ് ചത്തുപോക്കോളും. ഭരണിയുടെ മുകളിലോട്ട് കയറി പോകില്ല, അല്ലെങ്കിൽ നമ്മുടെ ഭരണി മുഴുവനും ഉറുമ്പായിരിക്കും. അയ്യോ അച്ഛൻ എന്തേ, എടാ അവിടെ എന്നെ ഉണ്ട എടുക്കല്ലേ കുഞ്ഞു അമ്മയുടെ ഉണ്ട തൊടരുത്. ഉണ്ടാക്കിയിട്ട് വരാം ഗൈസ്. ഞാൻ ഇവിടെ കുഴച്ച് ഉണ്ടകളാക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് ഇനി പത്തിരി ഉണ്ടാക്കണം. എടാ എന്തിനാടാ എന്റെ ഉണ്ട എടുക്കണ, അങ്ങനെ കളിയാക്കണ കള്ള. അപ്പൊ അതെ ഞാനൊരു കലം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛാ അതിലേക്ക് അരിക്കാം അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതിന് ഇത്രയും കളറില്ല, ഇത് നല്ല കളറുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് അരിച്ചു തുടങ്ങാം. സ്മെല്ല് ഭരണി തുറന്നപ്പോ തന്നെ നല്ല സ്മെല്ല്, നല്ല അടിപൊളി സ്മെല്ല്. ഈ മുറി നിൽക്കാൻ പറ്റില്ല, ഇനി വീട് മൊത്തം വൈനിന്റെ മണമായിരിക്കും കേട്ടോ. കുഞ്ഞപ്പൻ നെത്തിവലിച്ച് നോക്കാൻ പറ്റുവാ. കുഞ്ഞപ്പന് തണ്ണിമത്തനാണ്, കുഞ്ഞപ്പൻ വൈനൊന്നും കുടിക്കണ്ട കേട്ടോ കേട്ടാ. നീ തണ്ണിമത്തൻ. അയ്യോ എന്റെ നാക്കില് വെള്ളം വന്ന്. ഓക്കെ. അപ്പൊ താഴെ നിറച്ച് വൈനും മുകളിൽ ഈ മുന്തിരിയും തൊലിയും എല്ലാം കൂടി ഇങ്ങനെ മോളിൽ വന്ന് കെട്ടിക്കിടക്കാണ്. അപ്പൊ അത് പയ്യെ എടുത്ത് നമുക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ആ താഴെയുള്ള വൈൻ അരിച്ചെടുക്കാം അല്ലേ അച്ഛേ. എന്നിട്ട് ഇത് അരിച്ചെടുക്കണമല്ലോ, ഈ തൊലിയും പിഴിഞ്ഞെടുക്കണ്ടേ. നിന്റെ വായി വെള്ളം വല്ല അങ്ങോട്ട് കുടിക്കാൻ നിന്റെ വായി വെള്ളം വല്ല. കഴിഞ്ഞ വർഷം നമ്മൾ വാങ്ങിച്ച മുന്തിരിനേക്കാളും നല്ല അടിപ്പം മുന്തിരിയാണല്ലേ അച്ഛാ ഇപ്രാവശ്യം കിട്ടിയത്. നല്ല കളറും നല്ല ടേസ്റ്റും ഒക്കെ ഉള്ള മുന്തിരിയാണ് കേട്ടാ. ഈ മുന്തിരി ഞങ്ങൾ വൈനിട്ടതിന്റെ അന്ന് തന്നെ കുറച്ച് മുന്തിരി ഞാൻ എടുത്ത് ജ്യൂസ് അടിച്ചായിരുന്നു കേട്ടാ, കുടിച്ച് തീർത്ത്. അതായത് മുന്തിരി പുഴുങ്ങിയിട്ട് ജ്യൂസ് അടിച്ച്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അതിനെ. ഇതിന്റെ ഇടയിൽ കൂടി എന്റെ ബർത്ത്ഡേ വരാൻ പോവാണ് കഴിഞ്ഞത്. അതെ, മുന്തിരിയൊക്കെ കോരി മാറ്റിയപ്പോ പകുതി ഉള്ളല്ലേ അച്ഛേ. ഇങ്ങനെ ഇച്ചിരി ഒഴിക്കാനാണോ? നടക്കത്തുള്ളല്ലേ, കുറച്ചായി കഴിയുമ്പോ കമത്തായിരിക്കും അല്ലേ. നിങ്ങക്ക് പിടിക്കാനും പാടല്ലേ. പക്ഷെ പെണ്ണാണെങ്കിൽ എന്താ നല്ല രസമല്ലേ, നമുക്ക് ഉടുപ്പിടിപ്പിക്കാം, വളയിട്ട് കൊടുക്കാം, മാലയിടാം. എന്താ എങ്ങനെ പൊട്ടാൻ? നിങ്ങൾ എന്ത് ചെയ്ത്? എന്ത് ഇവിടെ മുട്ടിയിരിക്കാൻ? അയ്യോ ഇത്രയും പോയാ? 8ന്റെ
പണിയാണ് കിട്ടിയത്. കാണിച്ചേ കുഞ്ഞ്, ഇത് നോക്കിക്കത് കാണിച്ചു കൊടുത്തേ നല്ലോണം. കുപ്പി പൊട്ടിപ്പോയെന്നേ. നിങ്ങൾ മര്യാദക്ക് കോരി ഒഴിച്ചോണ്ടിരുന്നല്ലേ, കോരി അരിച്ചോണ്ടിരുന്നല്ലേ, പിന്നെ ഇത് എന്ത് പറ്റി പൊട്ടാൻ? എന്താണ് കുഞ്ഞ് ഇത് നോക്കിക്കേ, ടേബിള് മൊത്തം കുപ്പി പൊട്ടി വൈൻ പോയി. ചില്ലുണ്ട് ചില്ലുണ്ട്, തൊടലേ നീ തൊടലേ, അത് മൊത്തം പൊട്ടി താഴെ വീണ്. ഷോ ഇത് നോക്കിക്കേ, ഭാഗ്യത്തിന് നമുക്ക് അരിച്ചിട്ട് ഇത് ഇത്രയും കിട്ടിയിട്ടാ. ഈ കലത്തിന്റെ ഒരു പകുതി കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച്. അത് ഭാഗ്യാതെ. അങ്ങനെ നമ്മുടെ ഭരണി പൊട്ടിപ്പോയി. അവസാനം ചേട്ടൻ തന്നെ ടേബിളൊക്കെ നല്ലോണം വൃത്തിയാക്കി കേട്ടോ. എനിക്കാണെങ്കിൽ അവിടെ ഒരുപാട് ഉണ്ട പിടിച്ച് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി ഇട്ടേക്കണല്ലേ. ഞാൻ അവിടെ ഇരുന്ന് പരത്തി എല്ലാ പത്തിരിയും പരത്തി എടുത്തു. പിന്നെ ഏതൊരു പോലീസുകാരനും ഒരു അബദ്ധം പറ്റുമെന്ന് പറയുന്ന പോലെ ചേട്ടൻ കോരി ഒഴിച്ചുകൊണ്ടിരുന്നപ്പോഴേ അത് ആ കയ്യിലുണ്ടല്ലോ ഭരണിയുടെ ഉള്ളിലിട്ട് തട്ടിക്കൊണ്ടാണ്. വലിയ കട്ടിയുള്ള ഭരണിയല്ല, വളരെ തിന്നായിട്ടുള്ള ഭരണി, അതാണ് പെട്ടെന്ന് പൊട്ടിപ്പോയത്. എൻ്റെ പൊന്നെ, ഞാനെങ്ങാനുമാണ് പൊട്ടിച്ചെങ്കിൽ തീർന്നേനെ, അത് വേറെ കാര്യം. അപ്പോൾ അതെ ഞങ്ങൾ പത്തിരിയുടെ കാര്യം കഴിഞ്ഞ് വൈനൊക്കെ അരിച്ച് മാറ്റി എല്ലാം സെറ്റാക്കിയിട്ട് വേഗം അടുക്കളയിലേക്ക് വന്നു. ചിക്കൻ്റെ കാര്യം നോക്കണമല്ലോ. അപ്പോൾ ചേട്ടനാണ് എനിക്ക് എപ്പോഴും ചിക്കൻ ക്ലീനാക്കി വൃത്തിയാക്കി തരുന്നത്. ഓരോ പീസ് ഓരോ കഷ്ണം എടുത്തെടുത്ത് സെപ്പറേറ്റ് ചേട്ടൻ ക്ലീനാക്കി തരും. അത്ര അടിപൊളിയായിട്ട് ക്ലീനാക്കി തരും കേട്ടോ. പണ്ടൊക്കെ ഞാൻ എൻ്റെ പരിപാടിയായിരുന്നു ഈ ചിക്കൻ ക്ലീനാക്കി ഉമ്മിക്ക് കൊടുക്കല്. എൻ്റെ വീട്ടിലായിരുന്നു. അപ്പം ഉമ്മി കറി വെച്ചോളും. ഇപ്പം നമ്മൾ കാലം മാറുന്നോളും കാലഘട്ടം മാറുന്നതോറും നമ്മുടെ ഡ്യൂട്ടീസ് നമ്മുടെ ജോലീസൊക്കെ മാറി മാറി വരും. ഇപ്പം ഞാൻ കറി വെക്കുന്നു, ചേട്ടൻ എനിക്ക് അരിഞ്ഞു തരുന്നു. ഇതൊക്കെ കണ്ടില്ലേ, പത്തിരി ഞാൻ പരത്തി ഇങ്ങനെ പ്ലേറ്റ് വെച്ചിരിക്കുക. 3 ഗ്ലാസ് പൊടി കൊണ്ടാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കിയത്. ശരിക്കും 3 ഗ്ലാസ് ഞങ്ങൾക്ക് കഴിക്കാൻ 3 ഗ്ലാസ് പൊടിയുടെ ആവശ്യമില്ല. പക്ഷെ ഞാൻ പിറ്റേന്ന് രാവിലത്തേക്ക് കൂടി കണക്കാക്കിയാണ് 3 ഗ്ലാസ് പൊടി എടുത്തത്. അപ്പോൾ രാവിലെ എണീറ്റിന് എനിക്കൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പം ഇത് എല്ലാ പത്തിരിയും ചുട്ട് വെക്കുവാണെങ്കിൽ ഇപ്പം കഴിച്ചിട്ട് ബാക്കി പത്തിരി രാവിലെ എണീക്കുമ്പോൾ ആവി കയറ്റി എടുത്താൽ മതിയല്ലോ. അപ്പോൾ ദേ ചേട്ടൻ നമ്മളൊരു ചോപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മിക്കവരുടെയും വീട്ടിൽ കാണും കേട്ടോ ഈ ചോപ്പർ. എന്തൊരു എളുപ്പമാണെന്നറിയാമോ, നമുക്ക് സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാൻ വേണ്ടി നല്ലോണം ചോപ്പ് ചെയ്ത് കിട്ടും. സവാള, ബീട്രൂട്ട്, പിന്നെ എന്തുവാ തക്കാളി, എന്ത് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ സമയം ഈ സവാളയൊക്കെ അരിഞ്ഞു നിന്ന് എത്ര സമയമാണ് പോണത്. പക്ഷേ ഈ ചോപ്പർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ ഇതിൻ്റെ ലിങ്ക് എവിടെയെങ്കിലും ടാഗ് ചെയ്തേക്കാം കേട്ടോ ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് വേണ്ടവർ വാങ്ങിക്കോ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണേ. അപ്പോൾ വലിയ കുക്കർ തട്ടിൻ്റെ മുകളിലാണ് വെച്ചേക്കണം. വലിയ കുക്കർ എപ്പോഴും എടുക്കില്ല. ഇതുപോലെ ചിക്കനോ ബീഫോ വാങ്ങിക്കുമ്പോഴേ വലിയ കുക്കർ എടുക്കാറുള്ളൂ. വലിയ കുക്കർ എടുത്ത് ഞാൻ പെട്ടെന്നൊന്ന് കഴുകി റെഡിയാക്കി. ചേട്ടനാണെങ്കിൽ എണ്ണ ഒഴിക്കാണ്ട് ധൃതിയിൽ സവാള അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കേട്ടോ. എന്നിട്ട് ഇടി എണ്ണ ഒഴിക്കാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇനിയാണെങ്കിലും ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞേ. അങ്ങനെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞ് പൊളിച്ച് ക്ലീനാക്കി അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ആ സമയം കൊണ്ട് സവാള അരിഞ്ഞെടുത്തു. ഞാൻ ആ സമയം കൊണ്ട് പത്തിരി ചുടാൻ തുടങ്ങി. അല്ലെങ്കിൽ പത്തിരി ഒരു 10-40 പത്തിരിയെങ്കിലും ഉണ്ടാവും. ഞാൻ എണ്ണി നോക്കിയില്ല എത്ര എണ്ണം കറക്റ്റ് ഉണ്ടെന്നേ. അപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ വേറെ ഒന്നിലോട്ടും പോകരുത്. അത് പെട്ടെന്ന് ഇതായി പോകും, പെട്ടെന്ന് പൊങ്ങി വരും. ഭയങ്കര സോഫ്റ്റ് അല്ലേ പത്തിരി. അതുപോലെ അടി കരിഞ്ഞു പിടിക്കും. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ അതേ ഞാൻ ഓരോ കണ്ട പൊങ്ങി വരുന്നുണ്ട്. അത് പൊങ്ങി വരുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സുഖമാണ്. എൻ്റെ പൊന്നെ, ഞാനും ചേട്ടനും കൂടി ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പാവം കുഞ്ഞപ്പൻ കാർട്ടൂണും കണ്ടിരുന്ന് ഉറങ്ങിപ്പോയി കേട്ടാ. അപ്പോൾ അനക്കൊന്നും കേൾക്കാത്തപ്പോൾ ചേട്ടൻ പോയി നോക്കിയപ്പോൾ ആള് നല്ല ഉറക്കം. അപ്പോൾ കുഞ്ഞപ്പാന്ന് വിളിച്ച് അവൻ എണീറ്റ്. കാരണം അവൻ ഈ പത്തിരിയും ചിക്കൻ കറിയും കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ കഴിക്കാണ്ട് അവനെ കിടത്തൂല്ല എന്താണെങ്കിലും. പിന്നെ വിളിച്ച് എണീപ്പിച്ചേ. അങ്ങനെ വേഗം നല്ല കാസറോള് തുറന്നപ്പോൾ ആവി പറന്നത് കണ്ടില്ലേ. നല്ല ചൂട് പത്തിരി. എൻ്റെ കൈ പൊള്ളുമായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ കാസറോളിൽ ഇട്ട് അടച്ച് വെക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തണുത്ത് മരം പോലെ ആയിപ്പോകും. അപ്പോൾ അതേ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. 3 വിസിൽ എല്ലാം കൂടി ഇട്ട് മസാലപ്പൊടി ഞാൻ കാണിക്കാഞ്ഞിട്ടാണ്. എല്ലാവർക്കും അറിയാം ചിക്കൻ കറി ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. പൊടികളും തക്കാളിയും എല്ലാം കൂടി ഇട്ട് വഴറ്റി ചിക്കനും ഒക്കെ ഇട്ട് 3 വിസിലേ കേൾപ്പിച്ചോളൂ. കുരുമുളക് പൊടിയൊന്നും ഇട്ടില്ല കേട്ടോ. കാരണം അല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല എരിവും ഉണ്ടായിരുന്നു. പിന്നെ കുരുമുളക് പൊടി ഇട്ടില്ല. അപ്പോൾ അതേ ചേട്ടൻ കൊണ്ടുപോയി കുഞ്ഞപ്പന് കൊടുക്കുകയാണേ. അപ്പോൾ ഞാൻ പത്തിരി ചുട്ട് തീർന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം കൊച്ചിന് കൊടുക്കും, നമുക്ക് പത്തിരി ചുട്ട് തീർന്നിട്ട് പിന്നെ എപ്പോഴാണെങ്കിലും കഴിച്ചാൽ മതിയല്ലോ. അവന് കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ദേ ചേട്ടൻ കൊണ്ടുപോയി അവന് കൊടുത്തേ. കുഞ്ഞപ്പൻ അത് കഴിക്കുമ്പോഴുള്ള ആദ്യത്തെ റിയാക്ഷൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ കണ്ടില്ല കേട്ടോ കുഞ്ഞപ്പൻ്റെ റിയാക്ഷൻ. ചേട്ടനാണ് ഇത് വീഡിയോ എടുത്തത്. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പയ്യെ പത്തിരി, നല്ല സോഫ്റ്റ് പത്തിരിയായിരുന്നു. നിങ്ങൾക്ക് ഇത് കാണും പറയാം, നല്ല തളർന്ന് കിടക്കുന്ന സോഫ്റ്റ് പത്തിരിയായിരുന്നേ. അവനാണെങ്കിൽ കഴിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മീനി എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാക്കി തരും, സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാക്കി തരുമോ എന്നും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതേ ഒരു കഷ്ണം പിച്ചിയെടുത്ത് ആ ചിക്കനും പിച്ചിയെടുത്ത് വെച്ചിട്ട് കുഞ്ഞപ്പൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടേക്കെ. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പൊ ഞങ്ങൾ പത്തിരി ഇറച്ചിയും കഴിച്ചോണ്ടിരിക്കുകയാണ്, പത്തിരിയും ചിക്കൻ കറിയും കഴിച്ചോണ്ടിരിക്കുകയാണേ. നിക്ക് ഒരു മിനിറ്റ്. അതെ കുഞ്ഞു പറഞ്ഞ കൊച്ചു പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും
ഇഷ്ടപ്പെട്ടാ മോനെ? ഒരു രക്ഷയില്ലേ? എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. ഇവന് ആദ്യം ഉണ്ടല്ലോ ഇത് കഴിക്കാൻ കൊടുത്തപ്പോ കാണിച്ചത് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ആ എക്സ്പ്രഷൻ കിട്ടിയില്ലല്ലോ. അത് കിട്ടി. അല്ല അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞത് ഞാൻ ആദ്യം എങ്ങനെ ഉണ്ടടാന്ന് ചോദിച്ചപ്പോ അമ്മ ഇങ്ങോട്ട് വന്നേ, അമ്മ എടുത്തേ, ഒന്ന് എടുത്തേ. ഞാൻ പറയല്ല നീ പറ എങ്ങനെയുണ്ട്. അല്ല അമ്മ എടുത്തേ, പത്തിരി എടുത്തിട്ട് അമ്മ ഈ ചാറിലൊന്ന് മുക്കിയിട്ട് അമ്മ ഒന്ന് തിന്ന് നോക്കിക്കേ, അമ്മ ഒന്ന് തിന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് അച്ഛയുടെ ജെന്യൂൻ റിവ്യൂ പറ. ഒന്നും പറയല്ല, നല്ല അടിപൊളി പോകും. പത്തിരി ആ ചിക്കന്റെ ഗ്രേവിയും കൂടി സ്വർഗം. എന്റെ കൈപ്പുണ്യത്തെ കുറിച്ച് 2 വാക്ക് പറഞ്ഞത്. വളരെ അടിപൊളി കഴിക്കും. ഉള്ളി തട്ടി പറ. പറയണേ ഇവിടെ എന്ത് വെച്ചാലും ഒടുക്കത്തെ ടേസ്റ്റ്. എന്താ താങ്കളുടെ മുത്തേ. അപ്പൊ ഞങ്ങളുടെ ചിക്കൻ കറിയുടെ സ്പെഷ്യൽ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഞങ്ങൾ വീഡിയോ ചെയ്യാം. ഞാൻ പത്തിരി എടുക്കാൻ വന്നതാണ് കേട്ടാ. പിന്നെ വേണം ഇതുപോലെ ഉണ്ടാക്കിയ അടിപൊളി ടേസ്റ്റ്. മതിയാ? അവന് ഇഷ്ടപ്പെട്ടിട്ട് അവൻ കാസറോള് നിറച്ച് പത്തിരി ഉണ്ട് കേട്ടോ. അപ്പൊ നാളെ രാവിലെ ഇത് എടുക്കാല്ലോ. ഈ കുഞ്ഞപ്പ ചിക്കൻ കാലൊക്കെ കട്ടുണ്ടോ പോണേ? അച്ഛ ഇതിനു മുമ്പ് എവിടെന്നെങ്കിലും ഇത്ര ടേസ്റ്റുള്ള പത്തിരിയും ചിക്കൻ കറിയും കഴിച്ചിട്ടുണ്ടോ? ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല ഗൈസ്, അത്ര അടിപൊളി എന്ന് പറഞ്ഞാൽ എനിക്കിന് കൊതി വന്നു. ഈ കാസറോളിൽ ഇരിക്കണം മൊത്തം ഞങ്ങൾ പത്തിരി തീർക്കുന്ന തോന്നാം. തേങ്ങാപ്പാലില്ലെന്നേ, തേങ്ങ ഇല്ലാണ്ടായിപ്പോയി. തേങ്ങാപ്പാലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒരു പിടുത്തത്തിനേ ഉള്ളല്ലേ. പത്തിരി തേങ്ങാപ്പാല് മുട്ടിക്കഴിഞ്ഞാൽ നല്ലോണം കുതിരും പത്തിരി. അപ്പൊ ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ വൈനിന്റെ ടേസ്റ്റ് പറയാൻ വന്നിരിക്കുകയാണ് ഞാൻ. രാത്രി ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇത് കുടിച്ച് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് പറയാന്ന് പറഞ്ഞിരുന്നപ്പോൾ ചാർജ് തീർന്നു ഫോണിന്റെ. ശ്രദ്ധിച്ചില്ല എന്തോരം ചാർജ് ഉണ്ടെന്ന്. അപ്പൊ ചേട്ടൻ രാവിലെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. ഒന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. ഇന്നലെ രാത്രി നമ്മൾ 10-11 മണിയായില്ലേ ആ പത്തിരിയും ചിക്കനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ അപ്പൊ കഴിച്ചു. പിന്നെ എടുത്ത് ഞാൻ വെച്ചു. ഇപ്പൊ രാവിലെ എണീറ്റ് ഒന്നുകൂടിയൊക്കെ ചൂടാക്കി ആവി കയറ്റി. അതുകൊണ്ട് ഇന്ന് രാവിലെ താമസിച്ചാണ് എണീറ്റത്. അപ്പൊ അത് വൈൻ കുടിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞുതരാം. ഇന്നലെ ഞങ്ങൾ ഇത്തിരി ടേസ്റ്റ് ചെയ്തു. കുഞ്ഞപ്പന് കൊടുത്തിട്ടില്ല കേട്ടോ. അവന് വേണമെന്ന് വെച്ചപ്പോൾ അവൻ വേണ്ടെന്നും പറഞ്ഞു. അവന് കൊടുക്കണ്ടല്ലോ. കാരണം ഇതിപ്പോ 15 ദിവസം ഇരുന്നതിന്റെ ഒരു ഇതാണ്. ഞാൻ കുടിച്ചിട്ട് പറയാവേ. ഓ സീൻ സാധനം. അതായത് ഇതാണ് 25 ദിവസം വെക്കാന്ന് നിങ്ങൾ പറഞ്ഞത്. ഇനി ഇത് 25 ദിവസമൊക്കെ ഇരുന്നിരുന്നെങ്കിൽ എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല. ഞാൻ കുടിക്കത്തുമില്ല. എനിക്ക് അത്രക്കും പവറുള്ള സാധനം പറ്റത്തില്ല. ഇത് സാധാരണ വൈൻ നമ്മുടെ മുന്തിരി ജ്യൂസ് പോലെ തന്നെ ഉണ്ട്, പക്ഷെ എന്നാലും ഇച്ചിരി പവർ ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്നലെ ഒരാൾ 1 ഗ്ലാസ് വൈനാണ് പൊട്ടിച്ച് കളഞ്ഞത്. ഭരണി പൊട്ടിച്ച് അതിൻ്റെ അകത്തുനിന്ന് ലീക്കായി പോയി. മനഃപൂർവ്വം പൊട്ടിച്ചല്ല കേട്ടോ, പാവം. ഒരു കയ്യബദ്ധം അല്ലേ ചേ, ഒരു കയ്യബദ്ധം. അത് നമ്മുടെ ആ ഇളക്കുന്ന കയ്യിലില്ലേ, അത് ഇങ്ങനെ കോരി ഒഴിച്ച് ചേട്ടനെ അരിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ. ആ കയ്യിലിൻ്റെ അറ്റത്ത് നല്ല വെയിറ്റ് ഉണ്ട് ആ കയ്യിലിന്. അപ്പൊ അത് പെട്ടെന്ന് ഭരണിയിലേക്ക് ഇട്ടപ്പോ ഭരണിയുടെ ഉള്ളിൽ തട്ടി, കയ്യിൽ തട്ടി, അങ്ങനെ പൊട്ടിയത്. കുഴപ്പമില്ല. 1 ഗ്ലാസ് ഞങ്ങളുടെ കൊതിയല്ലേ ചേ, നമ്മുടെ കൊതിയല്ലേ, ഞങ്ങളുടെ കൊതിയാണ് 1 ഗ്ലാസ് അത് പോയത്. അച്ഛക്ക് എന്താ പറയാനുള്ള? അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അതെ, ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനി വരുന്നവരേക്കും ബൈ ബൈ, സീ യു. ഒരു ബൂം പറ ബൂം.